സ്വാതന്ത്ര്യ സമരസേനാനി എന്ന പേരിൽ പ്രചരണം നടത്തുന്ന വാര്യംകുന്നൻ കുഞ്ഞ് അഹമ്മദ് ഹാജിയുടെ മാപ്പിള കലാപകലഹത്തെ കൂടുതൽ ക്രൂരതകൾ പുറത്ത്. ജമാഅത്തെ ഇസ്ലാമിയുടെ കീഴിലുള്ള മാധ്യമം ആഴ്ച പതിപ്പിൽ 2018 ഒക്ടോബറിലാണ് മാപ്പിള ലഹള സമയത്ത് ജീവിച്ചിരുന്ന ആക്കപ്പറമ്പിൽ സൈദാലി ഹാജിയുടെ എക്സ്ക്ലൂസീവ് അഭിമുഖം പ്രസിദ്ധീകരിച്ചത്. 57 വർഷത്തിന് ശേഷം കണ്ടെടുത്ത ഡയറി കുറിപ്പുകളാണ് ആഴ്ച പതിപ്പിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. മാപ്പിള കലാപകാലത്ത് നിരവധി ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്ത വാര്യംകുന്നന്റെ പേരിൽ മലപ്പുറം നഗരസഭ സ്മാരകം ടൗൺ ഹാളിൽ നിർമ്മിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി ശിവദാസ് കന്മനം ചേരുന്നു. ശിവദാസ്, മാധ്യമത്തിലെ ലേഖനത്തിന്റെ അടിസ്ഥാനത്തിൽ ഹിന്ദുക്കളുടെ തലകൾ വെട്ടി കിണറ്റിലേക്ക് തള്ളിയത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരാമർശിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. മറ്റ് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ലേഖനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്? 2018 ഒക്ടോബറിൽ പ്രസിദ്ധീകരിച്ച മാധ്യമം ആഴ്ചപ്പതിപ്പിലാണ് ഇത്തരത്തിൽ മാപ്പിള കലാപത്തിൽ ഹിന്ദുക്കൾ ക്രൂരമായി ആക്രമിക്കപ്പെട്ടതും കൊല ചെയ്യപ്പെട്ടതുമായ വിവരങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. അക്കപ്പറമ്പിൽ സൈദാലി ഹാജി എന്ന വ്യക്തിയുടെ ജീവചരിത്രത്തിലാണ് ഇത്തരത്തിൽ മാപ്പിള കലാപത്തിൽ നടന്ന സംഭവങ്ങൾ ഈ ഒരു ലേഖനമായി മാധ്യമം ആഴ്ചപ്പതിപ്പിൽ തന്നെ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. നമുക്കറിയാം, മാധ്യമം ജമാഅത്തെ ഇസ്ലാമിയുടെ മുഖപത്രമാണ്. അതിന്റെ ആഴ്ചപ്പതിപ്പ് മാസികയാണ്. ആ ആഴ്ചപ്പതിപ്പിലാണ് ഇത്തരത്തിലുള്ള ലേഖനങ്ങൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് ജമാഅത്തെ ഇസ്ലാമി അടക്കം ഇത് കൃത്യമായി തന്നെ ശരിവെക്കുന്നു എന്നതാണ് ഇതിൽ നിന്നും നമുക്ക് വ്യക്തമാക്കാൻ കഴിയുന്നത്. കാരണം 1800കളുടെ അവസാനത്തിൽ ജനിച്ച വ്യക്തി കൂടിയാണ് ആക്കപ്പറമ്പിൽ സൈദാലി ഹാജി. ഇദ്ദേഹം ആ കാലത്ത് ജീവിച്ചിരുന്നു. 1921 മാപ്പിള കലാപം നടക്കുന്ന സമയത്ത് ജീവിച്ചിരുന്ന ഒരു വ്യക്തി കൂടിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ അനുഭവ കുറിപ്പുകളാണ് ലേഖനമായി മാധ്യമം ആഴ്ചപ്പതിപ്പിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ കുറിപ്പുകൾ, അതായത് ഡയറി കുറിപ്പുകൾ 57 വർഷത്തിന് ശേഷം കണ്ടെടുത്തവ എന്ന രീതിയിലാണ് മാധ്യമം ആഴ്ചപ്പതിപ്പിൽ ഉള്ളത്. അതായത് നിരവധി ഡയറികൾ ഉണ്ട്. ആ ഓരോ ഡയറികളിലെയും പ്രസക്ത ഭാഗം, പ്രത്യേകിച്ച് മാപ്പിള കലാപവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് ഈ ആഴ്ചപ്പതിപ്പിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. അതിൽ തന്നെ കൃത്യമായി പറയുന്നുണ്ട് വാര്യംകുന്നൻ കുഞ്ഞഹമ്മദ് ഹാജിയെ കുറിച്ചും അതോടൊപ്പം തന്നെ ആലി മുസ്ലിയാർ അടക്കമുള്ള സംഘങ്ങളെ കുറിച്ചും ഇവർ എത്രത്തോളം കലാപം ഉണ്ടാക്കാൻ വിവിധ മേഖലകളിൽ മലബാറിലെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ കലാപങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നു എന്ന് കൃത്യമായി തന്നെ ഈ ഒരു ജീവചരിത്രത്തിൽ പറയുന്നുണ്ട്. ആക്കപ്പറമ്പിൽ സൈദാലി ഹാജി എന്ന വ്യക്തിയാണ്, ഒരു ഹാജിയാർ കൂടിയായിരുന്നു അദ്ദേഹം. അക്കപ്പറമ്പിൽ വീരാൻ എന്ന വ്യക്തിയുടെ രണ്ടാമത്തെ മകനായിട്ടാണ് ഇദ്ദേഹം ജനിച്ചിരുന്നത്. ഈ കലാപകാലത്ത് കൃത്യമായി തന്നെ ഇദ്ദേഹം ജീവിച്ചിരുന്നു. നിരവധി പേരെ ഈ ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്തിരുന്നു എന്ന് കൃത്യമായി തന്നെ ഈ ഒരു ഡയറി കുറിപ്പിൽ എഴുതിയിട്ടുണ്ട് എന്ന് ഈ ഒരു ആഴ്ചപ്പതിപ്പിൽ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ നിരവധി പ്രമാണിമാരെയും അതോടൊപ്പം തന്നെ മഞ്ചേരിയിലെ ഖജനാവ് കൊള്ളയടിക്കുക, അത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള കലാപങ്ങൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കുകയായിരുന്നു വാര്യംകുന്നനും അതോടൊപ്പം ആലി മുസ്ലിയാറും അടക്കമുള്ള ഈ സംഘങ്ങൾ. മഞ്ചേരിയിലെ ഖജനാവ് കൊള്ളയടിച്ച് 13 വരുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ കീഴിലുള്ള മാധ്യമം ആഴ്ചപ്പതിപ്പിൽ 2018 ഒക്ടോബറിലാണ് മാപ്പിള ലഹള സമയത്ത് ജീവിച്ചിരുന്ന ആക്കപ്പറമ്പിൽ സൈദാലി ഹാജിയുടെ എക്സ്ക്ലൂസീവ് അഭിമുഖം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ശിവദാസ് കന്മനം ചേരുന്നു വിവരങ്ങളുമായി. ശിവദാസ്, ഇപ്പോൾ നമുക്കറിയാം ഈ പേരിടൽ വിവാദമെല്ലാം വളരെ വലിയ ഒരു രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യത്ത് മലപ്പുറത്ത് ഇത്തരത്തിൽ വാര്യംകുന്നന്റെ പേരിൽ ഒരു സ്മാരകമുണ്ട്, എന്തുകൊണ്ട് ആ സ്മാരകത്തിന് ഇദ്ദേഹത്തിന്റെ പേര് നൽകി എന്നുള്ള ചില ചോദ്യങ്ങളെല്ലാം ഉയർന്നു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ ആ ചോദ്യത്തിനെല്ലാം ഒരു ഉത്തരം ലഭിക്കുക കൂടിയാണല്ലോ ഇത്. കാരണം ഈ ലഹളയിൽ നേരിട്ട് പങ്കെടുത്ത അല്ലെങ്കിൽ ദൃക്സാക്ഷിയായ ഒരാളുടെ ഡയറി കുറിപ്പുകളാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത്. തീർച്ചയായും അത്തരത്തിൽ നമുക്കറിയാം, പാലക്കാട് നഗരസഭ ഇപ്പോൾ നൈപുണ്യ വികസന കേന്ദ്രം സ്ഥാപിക്കാനുള്ള ഒരുക്കത്തിലാണ്. ഡോക്ടർ ഹെഡ്ഗാവാറിന്റെ പേര് വെച്ചുകൊണ്ട് തന്നെ കേശവ ബൽറാം ഹെഡ്ഗാവാറിന്റെ പേരിൽ അത്തരത്തിൽ ഒരു ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു നൈപുണ്യ വികസന കേന്ദ്രം സ്ഥാപിക്കാനുള്ള നീക്കം നടക്കുമ്പോൾ, അല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടക്കുമ്പോൾ അതിനെതിരെ വലിയ രീതിയിലുള്ള എതിർപ്പുകൾ കോൺഗ്രസിന്റെയും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെയും ഭാഗത്തു നിന്നും ഉയരുന്നുണ്ട്. കാരണം ഹെഡ്ഗേവാർ എന്ന് പറയുന്നത് രാജ്യത്തിനു വേണ്ടി സ്വയം ജീവിതം സമർപ്പിച്ച ഒരു വ്യക്തി കൂടിയാണ്. നിരവധി യുവാക്കളെ രാജ്യത്തിനു വേണ്ടി ദേശീയബോധത്തിലൂടെ പ്രവർത്തിക്കാൻ വേണ്ടി പ്രേരിപ്പിച്ച ഒരു വ്യക്തി കൂടിയാണ്. RSSന്റെ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ സ്ഥാപകൻ കൂടിയാണ് ഡോക്ടർ എന്ന് വിളിക്കുന്ന ഡോക്ടർ കേശവ ബൽറാം ഹെഡ്ഗേവാർ. അദ്ദേഹത്തിന്റെ പേരിൽ ഒരു
സ്ഥാപനം അല്ലെങ്കിൽ ഈ നൈപുണ്യ വികസന കേന്ദ്രം സ്ഥാപിക്കുമ്പോൾ അതിനെതിരെ വലിയ രീതിയിൽ വിമർശനവും പ്രതിഷേധവുമായി രംഗത്തെത്തുന്ന ഇടത് വലത് സഖ്യങ്ങൾ ഇത്തരത്തിലുള്ള മലപ്പുറത്ത് ഈ നടക്കുന്ന ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് കണ്ണടയ്ക്കുകയാണ് ചെയ്യുന്നത് എന്ന് കൃത്യമായി തന്നെ നമുക്ക് പറയാൻ കഴിയും. അല്ലെങ്കിൽ അവരുടെ വോട്ട് ബാങ്കിന് വേണ്ടിയിട്ടുള്ള കൃത്യമായ ഒരു ഇരട്ടത്താപ്പ് കൂടിയാണ് നമുക്കിവിടെ തുറന്നു കാണിക്കാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് മലപ്പുറം നഗരത്തിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന വാര്യംകുന്നൻ ടൗൺ ഹാൾ, അതേ വാര്യംകുന്നന്റെ സ്മാരകമായിട്ടാണ് ഇവിടെ നിലനിൽക്കുന്നത്. വാര്യംകുന്നൻ എന്ന് പറയുമ്പോൾ മാപ്പിള കലാപകാലത്ത് വലിയ രീതിയിൽ തന്നെ ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്ത ഒരു വ്യക്തി കൂടിയാണ്. മലബാർ മേഖലയിൽ അടക്കം ഇത്തരത്തിൽ വലിയ രീതിയിൽ കലാപങ്ങൾക്ക് ആഹ്വാനം ചെയ്യുകയും അതിന് നേതൃത്വം നൽകുകയും ചെയ്തിരുന്ന ഒരു വ്യക്തി കൂടിയാണ് വാര്യംകുന്നൻ കുഞ്ഞഹമ്മദ് ഹാജി. ഇപ്പോൾ മുസ്ലിം ലീഗ് ഭരിക്കുന്ന ജില്ലാ പഞ്ചായത്ത് കൂടി വാര്യംകുന്നന് വേണ്ടി അദ്ദേഹത്തിന് മറ്റൊരു സ്മാരകം പണിയുന്നതിന് വേണ്ടി ചേക്കോട് എന്ന സ്ഥലത്ത് ഒരു സ്മാരകം നിർമ്മിക്കുന്നതിന് ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ വാര്യംകുന്നനെ വെള്ളപൂശുന്നതിന് വേണ്ടിയിട്ടുള്ള തീവ്ര ശ്രമങ്ങൾ ഇവിടെ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിലാണ് ഈ ശ്രമങ്ങളെല്ലാം ഇവിടെ നടക്കുന്നത്. പക്ഷേ ഇവിടെ ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ നടക്കുമ്പോൾ ഒരു പ്രതിഷേധം പോലും ഇടത് വലത് സഖ്യ കക്ഷികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല എന്നത് നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം കോൺഗ്രസോ അല്ലെങ്കിൽ CPM-ഓ മറ്റ് ഇടത് യുവജന സംഘടനകളോ ഒന്നും തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രതികരണവും പ്രതിഷേധവും ഒന്നും തന്നെ നടത്തുന്നില്ല. പക്ഷേ രാജ്യത്തിന് വേണ്ടി സ്വയം ജീവിതം സമർപ്പിച്ച ഒരു വ്യക്തിയുടെ പേരിൽ നിർമ്മിക്കുന്ന ഒരു നൈപുണ്യ വികസന കേന്ദ്രത്തിനെതിരെ വലിയ രീതിയിൽ തന്നെ പ്രതിഷേധം നടത്തുമ്പോഴാണ് ഇത്തരത്തിൽ ഇവിടെ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുകയും കലാപത്തിന് വേണ്ടി ശ്രമിക്കുകയും അത്തരത്തിൽ കൃത്യമായി തന്നെ നടപ്പാക്കുകയും ചെയ്തൊരു വ്യക്തിയെ വെള്ളപൂശാനുള്ള നീക്കം നടക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ആഴ്ചപ്പതിപ്പ് കൂടി ഇക്കാര്യം കൃത്യമായി തന്നെ തുറന്നു പറയുന്നു. അതാണ് ഏറ്റവും വളരെ പ്രസക്തമായ ഭാഗം. കാരണം ജമാഅത്തെ ഇസ്ലാമിയുടെ അല്ലെങ്കിൽ മാധ്യമത്തിലാണ് ഇത്തരത്തിലൊരു ലേഖനം വന്നിരിക്കുന്നത് എന്നത് ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. സ്വാതന്ത്ര്യ സമര സേനാനി എന്ന പേരിൽ പ്രചാരണം നടത്തുന്ന വാര്യംകുന്നൻ കുഞ്ഞഹമ്മദ് ഹാജിയുടെ മാപ്പിള കലാപ കാലത്തെ കൂടുതൽ ക്രൂരതകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ജമാഅത്തെ ഇസ്ലാമിയുടെ കീഴിലുള്ള മാധ്യമം ആഴ്ചപ്പതിപ്പിൽ 2018 ഒക്ടോബറിലാണ് മാപ്പിള ലഹള സമയത്ത് ജീവിച്ചിരുന്ന ആക്കപ്പറമ്പിൽ സെയ്ദാലി ഹാജിയുടെ എക്സ്ക്ലൂസീവ് അഭിമുഖം പ്രസിദ്ധീകരിച്ചത്. 57 വർഷത്തിന് ശേഷം കണ്ടെടുത്ത ഡയറി കുറിപ്പുകളാണ് ആഴ്ചപ്പതിപ്പിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. മാപ്പിള കലാപകാലത്ത് നിരവധി ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്ത വാര്യംകുന്നന്റെ പേരിൽ മലപ്പുറം നഗരസഭ നഗരത്തിൽ സ്മാരകമായി ടൗൺ ഹാൾ ഉൾപ്പെടെ നിർമ്മിച്ചിട്ടുണ്ട്. ശിവദാസ് കന്മനമാണ് വിവരങ്ങൾ നൽകിയത്.